ഹായ്, ദിസ് ഈസ് ബെൽസൺ ഹിയർ. അതെ, പലരും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും അല്ലാണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം, എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രത്യേകത? എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, സാധാരണ നമുക്കൊരു ഫുൾ സർവീസ് ബ്രോക്കിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ചെയ്താൽ പോരെ? അതാകുമ്പോൾ ബ്രോക്കറേജൊക്കെ വളരെ കുറച്ചല്ലേ വരുള്ളൂ. ഫുൾ സർവീസ് ആകുമ്പോൾ ബ്രോക്കറേജ് കൂടുതലായിരിക്കും. പിന്നെ എന്താണ് ഇത്ര വലിയ കാര്യം ഫുൾ സർവീസിൽ? കാരണം ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഓൺലൈനിലേക്കൊക്കെ പോയപ്പോൾ എന്തിനാണ് ഈ ഫുൾ സർവീസ് ബ്രോക്കിങ്ങിൻ്റെ ആവശ്യം തന്നെയുണ്ടോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അതൊന്നാമത്. രണ്ടാമത്തെ ഞാൻ പിന്നീട് പറയാം. ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ മലയാളികൾക്ക് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി നല്ല ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയാൽ നല്ലതായിരിക്കും. അതായത് ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ബ്രോക്കിംഗ് ഹൗസിൽ വിളിച്ച് ചോദിക്കുന്നു, ബ്രോക്കിംഗ് കമ്പനി ഷെയർ ഖാനിലും ജീവിതത്തിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു അല്ലേ? മിക്ക മോത്തിലാലിലാണെങ്കിലും മിക്ക ബ്രോക്കിംഗ് കമ്പനികളിലാണെങ്കിലും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വിളിച്ച് ചോദിക്കും, എത്ര ഇപ്പോൾ റേറ്റ്, റിലയൻസ് എത്രയാണ്, അല്ലെങ്കിൽ HDFC ബാങ്ക് എത്രയാണ്, ഇത്രയാണോ റേറ്റ്, ഓക്കെ, എന്തെങ്കിലും വാങ്ങിക്കണോ വേണ്ടിയോ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഓൺലൈനിലായപ്പോൾ എന്ത് പറ്റി, എല്ലാവരും സ്വന്തമായിട്ടൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതിലൊന്നും തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ നമ്മളിലൂടെയാണെങ്കിൽ ഫുൾ സർവീസ് ബ്രോക്കിങ്ങിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തേത് റെക്കമെൻഡേഷൻസ് തരും എന്നുള്ളതാണ്. ഈ റെക്കമെൻഡേഷൻ മോണിറ്റർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾക്ക് ഒരാൾ എപ്പോഴും സർവീസ് ചെയ്യാനുണ്ടാവും. സർവീസാണ് ഇമ്പോർട്ടൻറ്റ്. സർവീസ് എത്രയൊക്കെ തന്നെ എനിക്ക് സെൽഫ് സർവീസ് ഒന്നും വേണ്ട, ഞാൻ സെൽഫ് സർവീസ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സർവീസ് റിക്വയർമെൻറ്റ് ഉണ്ട്. നമ്മൾ പറയും, പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് വേറെ സർവീസ് ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ട് മാത്രം മതി. കൊടുക്കാറുണ്ട്, കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇടയ്ക്ക് ഒരു സർവീസ് റിക്വയർമെൻറ്റ് വരും. അതിൻ്റെ ഡിവിഡൻറ്റ് കിട്ടിയോ, അതൊന്ന് ചെക്ക് ചെയ്തു, അക്കൗണ്ടിൽ ഇങ്ങനെയാണല്ലോ ബാലൻസ്, ആ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ അതൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഒരല്പം കൂടി ഹൈ എൻഡ് കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഓരോ കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഡിസ്കസ് ചെയ്യാനും, അതുമായിട്ടുള്ള നോളജ് റിക്വയർമെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ്, ഈ ഡിസ്കഷൻസിന് വേണ്ടിയൊക്കെ ഒരു മെൻറ്ററുള്ള എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സപ്പോർട്ട് റിസ്ക് മാനേജ്മെൻറ്റാണ്. അതായത് നമ്മളുടെ സ്റ്റോക്സുകൾ ബൈ ചെയ്ത്, ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പേഷ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പേഷ്യൻസ് തന്നെയാണ്, സംശയമില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നതാണ്, ഇതെല്ലാവരും പറയാറുള്ളതല്ലേ പേഷ്യൻസ്, അല്ലെങ്കിൽ പണ്ട് മുതലേ എന്നാൽ ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞു. അത് വേറൊന്നുമല്ല, നമ്മളെല്ലാവരും പറയാറുള്ള, കാരണം അത് തന്നെയാണ് പറയേണ്ടതും, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡറോടോ ഇൻവെസ്റ്ററോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇതിലാകെ ഒറ്റ കാര്യമുള്ളൂ, പേഷ്യൻസ്. ഞാൻ പറയുന്നത് സമ്മതിക്കൂ. അതായത് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ സാധാരണ എന്തായാലും പറഞ്ഞു, വാങ്ങിച്ചു കഴിഞ്ഞ് പ്രോഫിറ്റ് ആവുന്നത് വരെ എന്നുള്ള പറയും. വാങ്ങിക്കുന്നതിന് മുമ്പും വേണം, നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു പേഷ്യൻസ് കാണിക്കണം, വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷവും ഒരു പേഷ്യൻസ് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പറ്റുന്നവർക്കാണെങ്കിൽ ഓക്കെ, പറ്റിയില്ലെങ്കിൽ ഒരു മെൻറ്റർ അവിടെ ഉള്ളത് നല്ലതാണ്. കാരണം സാർ വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഇത് സ്റ്റോക്ക് കയറാൻ സാധ്യതയുണ്ട്, ഇപ്പം വേണ്ട, ഇപ്പം സെല്ല് ചെയ്യണ്ട, അതിന് പ്രത്യേകിച്ച് ന്യൂസൊന്നുമില്ല, ഇപ്പം ചെറിയൊരു ഡൗൺ വന്നു ബിക്കോസ് ഓഫ് മാർക്കറ്റിൽ, ഇപ്പം ഫോറിൻ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടായിരിക്കാം, ആ സംഭവിക്കുന്ന ഡിസ്കഷനൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് ഡൗൺ വന്നത്, അത് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷനാണ്, എക്കണോമി ഈസ് ഗ്രോയിങ്, അത് നന്നായിട്ട് കയറാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും കൂടെ നിൽക്കാനും ആര് വേണം? ഈ മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഒരു മെൻറ്റർ സർവീസ് കിട്ടണമെങ്കിൽ എവിടെ പോകണം? ഫുൾ സർവീസ് ബ്രോക്കിങ്ങിൽ തന്നെ പോകണം. അല്ലെങ്കിൽ കിട്ടുമോ? ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ ബാങ്കിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും. അത് ചോദിക്കുമ്പോൾ അവരത് പറയേയില്ല. അവർ പറയേണ്ടത് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരും. ഇപ്പോൾ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും. അതർവൈസ് അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. പക്ഷേ അത് ഒരു ഫുൾ സർവീസ് ബ്രോക്കിങ്ങിൻ്റെ മാത്രം അഡ്വാൻറ്റേജ് ആണ് ഈ കാര്യം. എപ്പോഴും സംസാരിക്കാനും ഈ സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരു മെൻറ്റർ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അതാണ് ഫുൾ സർവീസ് ബ്രോക്കിങ്ങിൽ കിട്ടുന്നത്. അതൊന്ന്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ശരി, ഫുൾ സർവീസ് ബ്രോക്കിംഗ് എല്ലാം ഓക്കെയാണ്, നല്ലതൊക്കെ തന്നെയാണ്, ശരി, എന്നാൽ
നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഫുൾ സർവീസ് ബ്രോക്കിംഗ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് മാത്രം ഇത്ര പ്രത്യേകത? ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഷെയർ ഖാൻ്റെ ഓതറൈസ്ഡ് പാർട്ട്നേഴ്സും കൂടിയാണ്. എറണാകുളത്ത് എടപ്പള്ളിയിൽ ലുലുവിനും സെൻറ്റ് ജോർജ് ഫൊറൈൻ ചർച്ചിനും അടുത്താണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. ഈ ഓഫീസിലേക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സൗകര്യം ഉണ്ടാവും. കംപ്ലീറ്റ് സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം ട്രെയിനിങ്, എല്ലാത്തരം സർവീസും ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഷെയർ ഖാൻ്റെ ഈ ഓഫീസ്, എടപ്പള്ളി ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്നാലും ഈ സർവീസൊക്കെ എല്ലാവരും തരണില്ലേ എന്ന് പലരും പറയും. ശരി, ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഞങ്ങൾക്ക് മാത്രം ഇൻകം കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? സാധാരണ ബ്രോക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു അപവാദമാണ്, നിങ്ങൾ എന്താണ് ബൈ ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും ബ്രോക്കറേജ് എടുക്കും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ബ്രോക്കറേജ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, ബാക്കി കസ്റ്റമേഴ്സിനല്ലേ ബുദ്ധിമുട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ നേരെ നമ്മൾ നോക്കുന്നൊരു കാര്യമുണ്ട്, ഉറപ്പിക്കുന്നൊരു കാര്യമുണ്ട്. കസ്റ്റമർക്കാണ് പ്രോഫിറ്റ് കിട്ടണം. ലോങ് ടേമിൽ കസ്റ്റമർ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രോഫിറ്റ് കിട്ടിയേ പറ്റൂ. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കിട്ടും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് റിസർച്ച് ഇവിടെ നടക്കുന്നുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട് യു ആർ ഗെറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കും അങ്ങനെ ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലേ? കൊടുക്കാൻ പാടില്ല എന്നും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്യാരണ്ടി ചെയ്യുന്നതല്ല. പക്ഷേ എന്ത് കാര്യം നമ്മൾ ചെയ്യണം? സർവീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയറോടുകൂടി സർവീസ് ചെയ്യണം, ഒന്ന്. രണ്ടാമത്തത്, ഈ മെൻറ്ററിംഗ്ഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യണം. അതായത് എന്നാൽ ലോങ് ടേം നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കൂടെ നിൽക്കണം, നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്താൽ ഒരു പാഷനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഞാനടക്കം ഞങ്ങളുടെ ടീം എല്ലാവരും തന്നെ NISM സർട്ടിഫൈഡ് ആണ്. അവർക്ക് മാത്രമേ ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനായിട്ടുള്ള മെൻറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ കൂടുതൽ പേരെ അതിനുവേണ്ടി എടുക്കുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് സർവീസ് ചെയ്യാനായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻഷുറിങ് എന്താ പറയുക, എല്ലാവർക്കും പ്രോഫിറ്റ് എൻഷുർ, കൺസിസ്റ്റൻസി, ആ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കൺസിസ്റ്റൻസി ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ മൊമെൻറ്റും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് നമ്മളോട് സംസാരിക്കാം, ഫോണിൽ കൂടെ സംസാരിക്കാം, വാട്സപ്പ് ചെയ്യാം. ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സപ്പോർട്ട് ഉണ്ടാവും. അതിന് ശേഷവും ആഫ്റ്റർ സപ്പോർട്ട് കണ്ടിന്യൂസ് ലൈഫിലുടനീളമുള്ള സപ്പോർട്ട് ഉണ്ടാകും. ഇവർക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിനെ കുറിച്ച് അറിയണം, അതേപോലെ റെക്കമെൻഡഡ് സ്റ്റോക്സ് അല്ലേ, മിക്ക സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളിലും ഫുൾ സർവീസ് ബ്രോക്കിംഗ് ആണോ റെക്കമെൻഡേഷൻസ് കൊടുക്കും. ഈ റെക്കമെൻഡേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഇല്ലേ? പാനിക്കാവുന്നുണ്ട് ചില സമയത്ത്. കണ്ടിട്ടുണ്ടോ, ഞങ്ങൾ പറയും അത് 24% പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു, ഷെയർ കാർഡ് റെക്കമെൻഡ് ചെയ്തു എന്ന് കരുതുക. ഈ 24% ആവുന്നതിന് മുമ്പേ തന്നെ ഷെയർ ഒരു 10% ആയി എന്ന് കരുതുക, പ്രോഫിറ്റ് ഒരു 10% ആയി എന്ന് കരുതുക. അപ്പോഴേക്കും കസ്റ്റമർ നോർമലി പറയും, കാണുമ്പോൾ പ്രോഫിറ്റ് കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ബുക്ക് ചെയ്ത് സെല്ല് ചെയ്തെടുക്കാനുള്ള ഒരു ഉള്ളിലൊരു തോന്നലുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കണം സ്റ്റോക്ക്, മൊമെൻ്റം സ്റ്റോക്ക് ആയിരിക്കണം. എങ്കിൽ പറയും, സർ വേണ്ട കേട്ടോ, ഇപ്പോൾ സെല്ല് ചെയ്യണ്ട. അപ്പം വേറൊരു ഡൗട്ട്, ഇപ്പോൾ സെല്ല് ചെയ്യാണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോയാലോ, ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ തന്നാലോ? ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കാണ്, അതിനുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റോക്കിൽ എത്ര വേണമെന്നുള്ളത് കാണിക്കുന്നുണ്ട്, എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്, മനസ്സിലായി? ഇനി താഴേക്ക് പോയാൽ എന്ത് വേണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മെൻറ്റർ വേണം, മെൻറ്ററുണ്ട്. മെൻറ്റർ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നുമുണ്ട്. ഓരോരുത്തരെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പരം എന്ത് വേണം? അപ്പം ഞാനിത് ഒരു കാര്യം കൂടി പറയട്ടെ, ഇത് ഞാൻ റിയലായിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ കാണിച്ചു തരാൻ പോവാണ്. എങ്ങനെയാണ് ഈ ഇത്രയും ഭംഗിയായിട്ട് പ്രോഫിറ്റ് മാത്രം എൻഷുർ ചെയ്യുന്നേ എന്നുള്ളത്. ഏകദേശം ഒരു രൂപം കുറച്ച് കസ്റ്റമറിൻ്റെ പോർട്ട്ഫോളിയോസ്, അവരെ ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് കാണിച്ചു തരാം. ഒരു 1000-ഓളം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഇവരെല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ അത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുടെ മാത്രമേ അലൗഡ് ഉള്ളൂ കാണിച്ചു തരേണ്ട. അവർ പറഞ്ഞുള്ളൂ, ശരി ഞങ്ങളുടെ പേര് വെളിപ്പെടുത്താണ്ട് ഞങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ മാത്രം കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റോക്സ് ഒന്നും കാണിക്കുന്നില്ല, പോർട്ട്ഫോളിയോ അല്ല കാണിക്കുന്നത്, ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടാണ്. അതായത് ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ റിപ്പോർട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതിലൊരു റെഡ് പോലും കാണാൻ പറ്റില്ല എന്നുള്ള അത്ഭുതം. നമുക്ക് നോക്കാം. എപ്പോഴത്തെ പോലെ ഞാൻ കാണിക്കുന്നത് ഷെയർ ഖാൻ്റെ ട്രേഡ് ടൈഗർ ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് ഇതൊരു ടെർമിനലും കൂടിയാണ്, കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കസ്റ്റമറിൻ്റെ പേരും ഡീറ്റെയിലും മറച്ചു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കാണാം.
അതിനുവേണ്ടി ക്യാപിറ്റൽ ഗെയിൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ റിപ്പോർട്ട്സിൽ പോവുക. റിപ്പോർട്ട്സിൽ പോയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ? ക്യാപിറ്റൽ ഗെയിൻ ഒരു കസ്റ്റമറിന്റെ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടാണ്. ഷോർട്ട് ടേം ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ബൈ വാല്യൂം സെൽ വാല്യൂം ഇതൊക്കെ പലപ്പോഴായിട്ട് ബൈയും സെല്ലും ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഈ വർഷത്തെ 2024 2025 തുടങ്ങിയിട്ടുള്ളൂ. ഏപ്രിൽ മെയ് ജൂൺ അല്ലേ, 3 മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് എങ്ങനെ വന്നേ? ഷോർട്ട് ടേമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ഓരോ സ്റ്റോക്കും വാങ്ങിച്ചത് ഈ സ്റ്റോക്ക് നോക്കൂ, എത്ര ക്വാണ്ടിറ്റി അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ വാല്യൂ സെൽ വാല്യൂ എല്ലാം കൊടുത്തിട്ടുണ്ട്. റിയലൈസ്ഡ് ഗെയിൻ ഓർ പ്രോഫിറ്റ് എല്ലാം പ്രോഫിറ്റ് ആണ്. ഒരു റെഡ് പോലും ഇല്ല, കാരണം ഇത് റെഡിൽ വിൽക്കണ്ട, അത് തന്നെയാണ്. പിന്നെ ഇത് ലാസ്റ്റ് ഇയർ നോക്കാം, 2023-24 എല്ലാ വർഷവും ഇങ്ങനെ നോക്കാം കേട്ടോ. നമുക്ക് 2023-24 നോക്കൂ, ഒരു റെഡ് കാണിച്ചു തരാവോ? കാരണം എല്ലാം പ്രോഫിറ്റിൽ വിൽക്കാനുള്ള മെന്റർഷിപ്പാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണേ. സ്റ്റോക്സുകൾ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്, ഓരോന്നും ബൈയും സെല്ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വിൽക്കുന്നത് 10% മുതൽ 20-25% വരെയൊക്കെയാണ് പ്രോഫിറ്റ് എടുത്ത് വയ്ക്കുന്നത്. അത് വിൽക്കാനുള്ള എല്ലാ സപ്പോർട്ടും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാണ്ടല്ലോ. ഇനി വേറൊരു കസ്റ്റമറിന്റെ ഞാൻ എടുക്കാം. ഷോർട്ട് ടേം ഈ വർഷത്തെ 2024-25 ഷോർട്ട് ടേം കണ്ടോ, എല്ലാം ഗ്രീൻ മാത്രമേ ഉള്ളൂ. അതായത് ബൈ ചെയ്തു, ആവറേജ് ബൈ റേറ്റ്, ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ബൈ റേറ്റ്, ടോട്ടൽ ബൈ വാല്യൂ, സെൽ റേറ്റ്, സെൽ വാല്യൂ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റിൽ വിറ്റു കണ്ടല്ലോ. ഇത് ഈ വർഷത്തെ വേറൊരു കസ്റ്റമറിന് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് നോക്കൂ, 1,72,000. ചെറിയ കസ്റ്റമർ കേട്ടോ, എല്ലാവരും ഭയങ്കര വലിയ കസ്റ്റമേഴ്സ് ഒന്നുമല്ല. വലിയ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. നോക്കൂ, ഓരോ സ്റ്റോക്ക് വിറ്റപ്പോഴും കിട്ടിയിരിക്കുന്ന നോക്കൂ, 20,000, 11,000, 27,000, 41,000, 24. ഇതൊക്കെ മെൻട്രിക്കിന്റെ ഫലമാണ്. ലാസ്റ്റ് ഇയർ നോക്കൂ, എവിടെയെങ്കിലും ഒരു റെഡ് കാണിച്ചു തരാവോ? അപ്പൊ നിങ്ങൾ പറയും റെഡ് ഉള്ള കസ്റ്റമർ ഞാൻ കാണിക്കുന്നില്ല, പോസിറ്റീവ് ഉള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെയല്ല കേട്ടോ, റെഡ് ഉള്ളത് ഉണ്ട്. സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം ഗ്രീൻ, അങ്ങനെയല്ല. ഞങ്ങൾ പേഷ്യൻസ് പഠിപ്പിക്കുക ചെയ്യുന്നേ, പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുക ചെയ്യുന്നേ. പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക, അത്രയും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ കൂടെ വരണേ? എന്തിനാ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നെ വല്ല FD ഇട്ടാ പോരെ? അല്ലെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അല്ലേ? FD റിട്ടേൺ പോലും ഇല്ലാത്ത എത്ര കസ്റ്റമറെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണണേ, ഡെയിലി ബൈസസ് ട്രേഡ് ചെയ്ത് കളയുന്നേ. അപ്പൊ അതുകൊണ്ട് ട്രേഡ് ചെയ്ത് കളയരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ആരെങ്കിലും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ ആരെങ്കിലും ലോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ വെച്ച് ഞങ്ങൾ വിളിച്ചു വരുത്തി ട്രെയിനിങ് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഇത് ഷെയർഖാന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ്ങുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. മനസ്സിലായോ? അതല്ലാണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. അത്രയ്ക്ക് സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടിയാണ്. ആ രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നത്. സീരിയസ്ലി അത്രയ്ക്ക് എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ മെന്റേഴ്സും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാനായിട്ട്. ഉറപ്പായിട്ടും എന്നുവെച്ചാൽ ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പാടില്ല, ഞാൻ അങ്ങനെ ഗ്യാരണ്ടി അല്ല തരുന്നത്. നിങ്ങളുടെ പേഷ്യൻസ് റിസ്ക് മാനേജ്മെന്റ് പഠിപ്പിച്ചു തരാം. നിങ്ങളെ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരും. മനസ്സിലായോ? ഞങ്ങളും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതാണ് ലക്ഷ്യം. അതായത് ഞാനൊരു 20 വർഷമായി ഈ ഫീൽഡിലുള്ളത്. ഇതും ബാങ്കിങ്ങും ബ്രോക്കിങ്ങും ഈ റിസർച്ചും എല്ലാം കൂടി ഒരു 20 ഇയേഴ്സോളമായി ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു മേഖലയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് പലരുടെയും കണ്ടിട്ടുണ്ട്. ലോസ് ഉണ്ടാക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു മോചനം, ഇതിൽ നിന്നൊക്കെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇതേപോലത്തെ പോർട്ട്ഫോളിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരുടെ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് വന്നു. ഇതേപോലെയാണ് എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഞങ്ങൾ മെന്റർഷിപ്പ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറിന്റെയും ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. ഇനി സെല്ലിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് റെക്കമെൻഡഡ് സ്റ്റോക്സ് ചില സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസ് വന്നിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലോസ് വരാൻ സാധ്യതയുണ്ടെങ്കിലോ നമ്മൾ പറയും ബുക്ക് ഔട്ട് ചെയ്തോളൂ, സെല്ല് ചെയ്തോളൂ എന്ന് പറയും. അതിപ്പോൾ ആ സമയത്ത് നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് റിട്ടേൺ ആണെങ്കിലും യു ഹാവ് ടു സെൽ എന്നുള്ളതാണ് ഞങ്ങൾ പറയുക. മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് അതും ഞങ്ങൾ എൻഷുർ ചെയ്യും. മോശം സ്റ്റോക്ക് സെല്ല് ചെയ്ത് കളയാനും പറയും. ആ ലോസ് ബുക്ക് ചെയ്യാനും കൂടി റെഡി ആയിരിക്കണം. അതിനുള്ള റിസ്ക് മാനേജ്മെന്റ് ഞങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് ധൈര്യം. ഇവിടെ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ വേറെ സ്റ്റോക്കിൽ കിട്ടിക്കോളും. കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെയും PMSനെയൊക്കെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടിപൊളി തന്നെ, ഒരു സംശയമില്ല. ഷോർട്ട് ടേമിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന
ഏറ്റവും അടിപൊളി പരിപാടിയാണ്. സ്വിംഗ് ട്രേഡും പൊസിഷണലുമാണ് കൂടുതൽ ചെയ്യുക, ലോങ് ടേം സ്റ്റോക്സിലാണ് ചെയ്യുക. അതുകൊണ്ട് ലോങ് ടേം എമൗണ്ട് കീപ്പ് ചെയ്യുന്നവർ മാത്രം ഇതിൽ വന്നാൽ മതി കേട്ടോ. അനദർ 3 to 5 years എങ്കിലും എമൗണ്ട് കീപ്പ് ചെയ്യാവുന്ന ഫണ്ട് ഉള്ളവർ, അതായത് പെട്ടെന്ന് അർജൻസി ഇല്ലാത്ത എമൗണ്ട് മാത്രം കീപ്പ് ചെയ്യുന്നവർ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരേണ്ടതുള്ളൂ. ബാക്കി ആരും വന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് പാനിക്കായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് പാനിക്കാവുന്നവരും വരണ്ട. അതാണ് ഞാൻ പറയുന്നത്. ക്ഷമയുള്ളവർ ചില സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ താഴെ പോകും, അത് തിരിച്ച് കയറി വന്നിട്ട് പ്രോഫിറ്റബിൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കാണിക്കുന്നവരായിരിക്കണം വരേണ്ടത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് അടിപൊളി സംഗതിയാണെന്ന് കരുതുന്നു. അതെ, കാരണം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണതാ. എല്ലാ മാർക്കറ്റിലും ഞങ്ങളിത് നോക്കിയിട്ടുണ്ട്. നെഗറ്റീവ് വരും, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം മാർക്കറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇതിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് എടുക്കാം എങ്ങനെയാണെന്നുള്ളതാണ് ഈ മെന്റർഷിപ്പിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇത് ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകും. അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. കംപ്ലീറ്റ് കോൺഫിഡൻസ് ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ കസ്റ്റമേഴ്സും നല്ല കോൺഫിഡൻ്റ് ആണ്. അവർക്കും അറിയാം എങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഞങ്ങൾ സർവീസ് ചെയ്യുന്നതെന്നും എല്ലാം ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കൊള്ളാം എന്നാണ്. അതാണ് മെന്റർഷിപ്പിൻ്റെ. ലോസ് ഉണ്ടാവില്ല എന്ന് പറയില്ല, പക്ഷേ ഈ ലോസ് മാനേജ് ചെയ്യാനുള്ള വിദ്യയും കൂടി ഞങ്ങൾ പറഞ്ഞു തരും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെന്റർഷിപ്പ്, അതാണ് ആക്ച്വലി ഓഫർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ മെന്റർഷിപ്പിന് നല്ല എമൗണ്ട് ആവുമെന്ന്. ഒന്നുമില്ല, ഒരു ചാർജ് പോലും എടുക്കുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ മെന്ററിങ് സപ്പോർട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഇത് അവൈൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങൾ വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഞങ്ങളുടെ കൂടെ ഷെയർഖാനിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഈ മെന്റർഷിപ്പ് എല്ലാ കസ്റ്റമേഴ്സും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing.